single entry. So I receive right now. From the day I receive within 7 days. One of the Everest base camp, Annapurna, നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന 4th highest എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അങ്ങോട്ട് പോകാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളാണ് മൂപ്പരും തന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഏകദേശം എക്സൈറ്റഡ് ആണ്, കാരണം നല്ല കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് നമ്മളെ വണ്ടി. രാവിലെ തന്നെ സഞ്ജു പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇത് അതിനിടയായിട്ട് ഒരു മച്ചാനാണ്. ഏതായാലും വണ്ടിയിൽ എണ്ണയൊക്കെ അടിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. അന്നപൂർണ ബേസ് ക്യാമ്പ് കയറാനുള്ള പെർമിറ്റ് അപ്രൂവ് ആയിട്ടുണ്ട്. ഇതാ എൻട്രി ഇന്ന് 23-ാം തീയതി നമ്മൾ കയറാണ്. ട്രക്കിംഗ് ബ്രാദറായ സഞ്ജു ഇങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളും കയറാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ്. നമ്മൾ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു, കാരണം നമുക്കറിയില്ല എത്ര, എനിക്കൊന്നും അറിയില്ല. ട്രെയിൻ തുടങ്ങിയ പ്ലാൻ 40 കിലോമീറ്ററിന് അത്രയും ദൂരം ഉണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട്. എന്തായാലും നമ്മൾ പ്ലാൻ 5 ദിവസമായിരുന്നു, 4 ദിവസം. അങ്ങനെ ഞങ്ങൾ ഗാംഗ്ടോക്ക് പോണ വഴി ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ഇതാ വളരെ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഇവിടുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതുവരെ കഴിച്ചിട്ടില്ല. സമയം ഏകദേശം 11:30 ആയതിന്. പിന്നെ ഇതുക്കാ ഹായ് പറ. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 4-5 മണിക്കൂറായി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഞങ്ങളെ കൂടെ കട്ടക്ക് കൂടെ ഇതാ മണിബായ്, ഹായ് പറയുവായി കൂടെ കട്ടക്ക് ഒരു ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കയറിയപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചപ്പോൾ ഒന്നും വേണ്ട, നിർബന്ധിച്ചിട്ടും വേണ്ട, കൈ കൊടുത്ത് കൊടുത്തിട്ടും എന്താ പറയുക, അത്രയും നല്ലൊരു മനുഷ്യനാണ്. അടിപൊളി, പ്രതീക്ഷിക്കാതെ ഇവിടുത്തെ ആൾക്കാർ തന്നെ കണ്ടില്ലു ഞാൻ മണിബായ്. അങ്ങനെ ട്രക്കിംഗ് ഡേ 1 20 കിലോമീറ്റേഴ്സ് ഫിനിഷ് ചെയ്ത് അപ്പർ സുനോയിൽ സ്റ്റേ ചെയ്തു.